സ്കൂളിലേക്ക് കുട്ടികളെ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2 മാസമായി അക്ഷീണം പ്രവർത്തിക്കുകയാണ്. സ്കൂൾ കെട്ടിടങ്ങൾ, ഫർണിച്ചർ എന്നിവയിലെല്ലാം ആവശ്യമായ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്. ഭൗതിക സൗകര്യ വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കിഫ്ബി സഹായധനത്തോടെ 2600 കോടി രൂപയുടെ ഭൗതിക സൗകര്യ വികസനമാണ് നടത്തുന്നത്. ആകെ വിഭാവനം ചെയ്തത് 973 സ്കൂൾ കെട്ടിടങ്ങളിൽ 539 കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇത് കൂടാതെ പ്ലാൻ ഫണ്ട്, തദ്ദേശ ഭരണ സ്ഥാപന ഫണ്ട്, ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട്, മറ്റ് ഫണ്ടുകൾ എന്നിവ വിനിയോഗിച്ച് 100 കണക്കിന് സ്കൂൾ കെട്ടിടങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000 കോടി രൂപയ്ക്ക് അടുത്തുള്ള നിക്ഷേപമാണ് കഴിഞ്ഞ 9 വർഷത്തിലേറെയായി സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. പഠന പ്രവർത്തനങ്ങൾ ആധുനീകരിക്കുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യാഭ്യാസ സാധ്യതകൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറുകൾ, അനുബന്ധ സാമഗ്രികൾ എന്നിവ സ്കൂളുകളിൽ വിന്യസിക്കുന്നതോടൊപ്പം റോബോട്ടിക് ഉപകരണങ്ങളും സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള പരിശീലനം അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ എത്തിച്ചേരുന്ന എല്ലാ കുട്ടികളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എത്തുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അവർക്ക് പ്രത്യേക സ്വാഗതവും മന്ത്രി രേഖപ്പെടുത്തി. കേരളത്തിലുടനീളം ശക്തമായ കാലവർഷം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വലിയ തോതിലുള്ള സമൂഹ കരുതൽ അനിവാര്യവുമായിരുന്നു. മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളെ നേരിടുന്നതിനുള്ള മുൻകരുതൽ എടുക്കേണ്ട ഘട്ടമാണിത്. സ്കൂൾ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും യോജിച്ച പ്രവർത്തനം ഇക്കാര്യത്തിൽ അത്യാവശ്യവുമായിരുന്നു. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം. എല്ലാ കുട്ടികളെയും ഉൾക്കൊണ്ടുള്ള ആധുനീകരണത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് കേരളം. 1 മുതൽ 10 വരെ ക്ലാസ്സിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 അനുസൃതമായി മാറിയിട്ടുണ്ട്. സ്കൂൾ വർഷാരംഭത്തിൽ തന്നെ എല്ലാ കുട്ടികൾക്കും പാഠപുസ്തകങ്ങൾ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചു. 9ാം ക്ലാസ് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ 2025 മാർച്ചിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തെ സംബന്ധിച്ച് പുത്തൻ അനുഭവങ്ങളാണ്. ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമാണ്. കഴിഞ്ഞ അക്കാദമിക വർഷം തന്നെ ഈ ദിശയിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ വർഷം അത് കൂടുതൽ ചിട്ടപ്പെടുത്തി മികവാർന്ന രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ പഠന മുന്നേറ്റം സമൂഹത്തിനു കൂടി അനുഭവവേദ്യമാകണം. മൂല്യനിർണയ രംഗത്ത് വലിയ മാറ്റമാണ് വിഭാവനം ചെയ്യുന്നത്. കുട്ടികളുടെ അറിവും കഴിവും പ്രായത്തിനനുസരിച്ച് വികസിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയണം. അതിനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് മിനിമം മാർക്ക് എന്ന കാര്യം നടപ്പാക്കിയത്. ഇതിന് വലിയ ജനകീയ പിന്തുണയാണ് ലഭിച്ചത്. ഇത് വർഷാന്ത്യത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയായി പരിമിതപ്പെടുത്തരുത്. കുട്ടികളുടെ പഠനത്തിന്റെ അഭിവാജ്യ ഭാഗം എന്ന രീതിയിൽ തുടർ പ്രക്രിയയായി മാറണം. നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി കുട്ടികളുടെ പഠനനില ഓരോ ഘട്ടത്തിലും പരിശോധിക്കുകയും അതത് ഘട്ടത്തിൽ തന്നെ പഠന പിന്തുണ നൽകി എല്ലാ കുട്ടികളെയും പഠന മുന്നേറ്റത്തിന് പ്രാപ്തരാക്കുകയും വേണം. സ്കൂൾ വർഷാരംഭത്തിൽ ഓരോ കുട്ടിയെയും അറിയാനും പഠനത്തിൽ അവരുടെ ശക്തിയും പരിമിതിയും തിരിച്ചറിയാനും പരിമിതികൾ മറികടക്കുന്നതിനായി പഠന പിന്തുണ നൽകാനും അധ്യാപകർക്ക് കഴിയണം. കൂടാതെ കുട്ടികൾ അനിവാര്യമായി അറിയേണ്ട കാര്യങ്ങൾ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സഹായകമായ മാർഗരേഖ തയ്യാറാക്കി എല്ലാ വിദ്യാലയങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ മനോഭാവ വികാസം, ശുചിത്വ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം, റോഡ് സുരക്ഷാ നിയമങ്ങൾ, സ്കൂൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, ആരോഗ്യം, കായികക്ഷമത തുടങ്ങിയ കാര്യങ്ങളുടെ ആമുഖം തുടങ്ങിയവയെല്ലാം ആദ്യ 2 ആഴ്ചയിൽ കുട്ടികൾക്ക് എത്തിക്കാനുള്ള പ്രത്യേക തീരുമാനം ഈ വർഷം കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് ഒറ്റത്തവണയായി നടപ്പാക്കേണ്ട പ്രവർത്തനമല്ല. അക്കാദമിക വർഷം മുഴുവൻ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടരേണ്ടതുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന ആകാംക്ഷ, സമ്മർദ്ദം, പിരിമുറുക്കം എന്നിവ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറണം. അതിൽ ഒരിനമായാണ് സൂംബ ഡാൻസിനെ കാണേണ്ടത്. അതുപോലെ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാക്കണം. ജൂൺ 10-നകം എല്ലാ വിദ്യാലയത്തിലും അക്കാദമിക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കണം. ഇതിനെല്ലാം കഴിയും വിധം
ആവശ്യമായ പരിശീലനങ്ങൾ അധ്യാപകർക്ക് അവധിക്കാലത്ത് നൽകിയിട്ടുണ്ട്. അക്കാദമിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്ഥാപന മേധാവികളെ നിയമിക്കൽ, അധ്യാപക സ്ഥലം മാറ്റം തുടങ്ങി ഭരണപരമായി കൈക്കൊള്ളേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഒരുക്കുന്നതിനുള്ള ഒരു അക്കാദമിക വർഷമായി ഈ വർഷത്തെ പരിവർത്തിപ്പിക്കാൻ എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം.